തൃശൂർ ആറങ്ങോട്ടുകരയിൽ വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. കടുക്കശ്ശേരി തച്ചുകുന്ന് പ്രദേശത്ത് താമസിക്കുന്ന തച്ചോത്ത് വീട്ടിൽ 72-കാരിയായ സഫിയയാണ് മരിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ കവരാനായി ഇവരെ കൊലപ്പെടുത്തിയതാണോ എന്ന് പോലീസ് സംശയിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മരണകാരണം വ്യക്തമാകൂ എന്നും അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു. ആറങ്ങോട്ടുകര കടുകശ്ശേരി തച്ചുകുന്ന് പ്രദേശത്ത് മസ്ജിദിന് സമീപം താമസിക്കുന്ന 72-കാരിയായ സഫിയയാണ് കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മരിച്ച സഫിയയുടെ ശരീരത്തിൽ സ്ഥിരമായി കാണാറുള്ള സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായും ശരീരത്തിൽ ചെറിയ മുറിപ്പാടുകളുണ്ടെന്നും പറയപ്പെടുന്നു. ഇതാണ് കൊലപാതകമാണെന്ന് സംശയമുയരാൻ കാരണം. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. ഒറ്റപ്പെട്ടൊരു പ്രദേശത്താണ് താമസിക്കുന്നത്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷെ മോള് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇലക്ഷന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ പോയൊരു ടൈമിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും കാര്യമായിട്ട് അന്വേഷണം വേണം, എന്താണ് സത്യം എന്നുള്ളത് അറിയണം. ഒറ്റപ്പെട്ട സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ. 200 മീറ്റർ ചുറ്റളവിൽ വിജനമായ സ്ഥലത്തിന് നടുവിലാണ് സഫിയ താമസിക്കുന്ന വീട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവർ രാത്രി ഉറങ്ങാൻ അടുത്തുള്ള ബന്ധുക്കളുടെ വീട്ടിലാണ് പോവാറുള്ളത്. എന്നാൽ 2 ദിവസമായി സഫിയയെ പുറത്തു കാണാത്തതിനാൽ നാട്ടുകാർ ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അവരോട് പറഞ്ഞിരിക്കുന്നത് വീട്ടിനടുക്ക് പോകാനാണ് പറഞ്ഞത്. അപ്പൊ അങ്ങോട്ട് പോയില്ല. ഇവർ വിചാരിച്ചു അങ്ങോട്ട് പോയിണ്ടാവും എന്നുള്ളത്. അപ്പൊ ഇവർക്ക് വിളിച്ചു നോക്കുമ്പോ ഇവര് പറഞ്ഞത് ഹോസ്പിറ്റലിലാണ്, അവിടെ പോയി അടുത്ത വീട്ടിൽ പോയിരുന്നോടെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ വന്നിട്ട് വിളിക്കാം, അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ വീടിന്റെ ഇതിലെ വഴിയുണ്ട്, അല്ലെങ്കിൽ ഈ പാടത്ത് കൂടെ ഇറങ്ങിയിട്ട് അങ്ങനെ പോകാം, അങ്ങനെ അവിടെ പോകാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവര് കണ്ടില്ല. പിറ്റേ ദിവസം 11 മണിക്കാണ് മകള് വിളിക്കുന്നത്. അപ്പോഴും ഫോൺ എടുക്കണില്ല. വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് മറ്റുള്ളവർക്ക് വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോഴാണ് അന്വേഷണങ്ങൾ നടത്തിയ എല്ലാവരും വന്നത്. കുന്നംകുളം ഡിവൈഎസ്പി മുരളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോസ്കോഡും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.